ഇതൊരു ഓഡിയൻസിൻ്റെ മുമ്പ് ഒരു ഗ്രൂപ്പിൻ്റെ മുമ്പ് കാണിച്ചാൽ നല്ല രസമായിരിക്കില്ലേ എന്നവർക്ക് തോന്നി. അങ്ങനെയാണ് അവർ സിനിമാറ്റോഗ്രാഫിയിലേക്ക് വരുന്നത്. സെൻസറിങ് കഴിഞ്ഞാണ് സിനിമ വരുന്നത്. പക്ഷേ ഈ സെൻസറിങ്ങിൻ്റെ മേൽ സ്ഥലം പള്ളി വികാരിക്ക് ഒരു സെൻസറിങ് ഉണ്ട്. സത്യന് കുറച്ച് ആരാധകരേ ഉള്ളൂ. പക്ഷേ സത്യൻ ഞങ്ങളുടെ സ്കൂളിലൊരു റോള് വഹിച്ചിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. പ്രേം നസീറിൻ്റെ ആരാധകരുണ്ട്, എം ജി ആറിൻ്റെ ആരാധകരുണ്ട്. അതിൽ ഈ എം ജി ആറിൻ്റെ ആരാധകരാണ് നമുക്ക് സഹിക്കാൻ ഇത്തിരി പ്രയാസം. ഈ 6ാം ക്ലാസ്സിൽ വച്ച് തന്നെയാണ് വേറൊരു സംഭവം നടക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ ഒരു കഥ അച്ചടിച്ച് വരുന്നത്. നിൻ്റെ അച്ഛൻ എഴുതുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു ചിരിയും ചിരിച്ച് സാർ ഈ മാഗസിൻ തിരിച്ച് വന്നിട്ട് നടന്നുപോയി. അങ്ങനെ വലിയ വിഷമമുണ്ടാക്കി. എടാ, അവന് മെമ്പർഷിപ്പ് കൊടു, കാരണം അവൻ്റെ അച്ഛൻ ഒരു എഴുത്തുകാരനും പത്രാധിപരും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഗുണം അവനും കിട്ടിക്കാണും. സിനിമയുടെ കഥ എൻ്റെയും പരിപാടിയിലേക്ക് സ്വാഗതം. ഒരാളുടെ ജീവിതത്തിലെ സിനിമാ ചരിത്രം തുടങ്ങുന്നത് അയാൾ ആദ്യമായിട്ട് സിനിമ കാണുമ്പോഴായിരിക്കുമല്ലേ. പക്ഷേ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. സിനിമയെക്കുറിച്ച് കേട്ട് തുടങ്ങുമ്പോൾ തന്നെ ഈ ചരിത്രം തുടങ്ങാം. നമ്മളിവിടെ ചെയ്യുന്നത് ഞാൻ കണ്ട സിനിമകളിലൂടെയാണ് പറയുന്നതെങ്കിലും അതിലൂടെ പഴയ ചരിത്രത്തിലേക്കും കൂടെ പോകുന്നുണ്ട്. അങ്ങനെ സിനിമയുടെ ചരിത്രം വരുന്നു, അതോടൊപ്പം ഞാൻ കണ്ട സിനിമകളിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞാൽ ഞാൻ വാസ്തവത്തിൽ വളരെ കുറച്ച് വൈകി സിനിമ കാണാൻ തുടങ്ങിയ ഒരാളാണ്. അപ്പോൾ പലരും എൻ്റെ സുഹൃത്തുക്കൾ വിചാരിച്ചിട്ടുണ്ട് ഈ സിനിമ പാരഡിസോ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ ഒരു സംവിധായകൻ്റെ കഥയാണ്. പക്ഷേ ആ സംവിധായകൻ്റെ ബാല്യകാലമാണ് അതിൽ അവതരിപ്പിക്കുന്നത്. അയാളുടെ ബാല്യകാലത്ത് അയാളുടെ ആ ചെറുപട്ടണത്തിൽ സിനിമാ തിയേറ്ററുണ്ട്. അവിടെ സിനിമ കാണുകയാണ്. അയാളുടെ കയ്യിൽ കാശൊന്നുമില്ല, അതുകൊണ്ട് ടിക്കറ്റ് എടുത്തൊന്നുമല്ല പോയി കാണുന്നത്, പ്രൊജക്ടർ റൂമിലൂടെയൊക്കെയാണ് കാണുന്നത്. ഓപ്പറേറ്ററെ മണിയടിച്ച് പ്രൊജക്ടർ റൂമിൽ നിന്നൊക്കെ കാണും. എന്ന് മാത്രമല്ല, അവിടെ ഒരു പള്ളി വികാരിയുണ്ട്. അയാൾ ആ ഇടവകക്കാർ അശ്ലീലം കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് അയാളുടെ വക ഒരു സെൻസറിങ് ഉണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഫിലിം സെൻസറിങ് കഴിഞ്ഞാണ് എത്തുന്നത്. പല രാജ്യങ്ങളിലും അങ്ങനെയാണ്. അപ്പോൾ അവിടെയും ഈ സെൻസറിങ് കഴിഞ്ഞാണ് സിനിമ വരുന്നത്. പക്ഷേ ഈ സെൻസറിങ്ങിൻ്റെ മേൽ സ്ഥലം പള്ളി വികാരിക്ക് ഒരു സെൻസറിങ് ഉണ്ട്. ഈ കുഞ്ഞാടുകൾ കാണാൻ പാടില്ലാത്തത് എന്ന് തോന്നുന്നതൊക്കെ അദ്ദേഹം കട്ട് ചെയ്ത് കളയും. അപ്പം നമ്മുടെ ഈ കഥാനായകൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത് ഈ കട്ട് ചെയ്ത് കളഞ്ഞ ഫിലിമൊക്കെ കൂടെ പെറുക്കിയെടുത്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അത് വീട്ടിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഒരു കുട്ടിയുടെ സിനിമാ കൗതുകം. ആ സിനിമാ കൗതുകത്തിൻ്റെ അവസാനം അയാൾ തന്നെ ഒരു സംവിധായകനായിട്ട് മാറുന്നതും പിന്നെ തിരികെ അവിടേക്ക് വരുന്നതും ഒക്കെയാണ് ഈ സിനിമ പാരഡിസോ അവതരിപ്പിക്കുന്നത്. അതുപോലെ വല്ല സംഭവങ്ങളും ഉണ്ടോ എൻ്റെ ജീവിതത്തിൽ എന്ന് ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ തീരെ ഇല്ല എന്നുള്ളതാണ് മറുപടി. കാരണം എന്താണെന്നറിയോ, എൻ്റെ അച്ഛൻ പിൽക്കാലത്ത് സന്യാസിയായി മാറിയ ഒരാളാണ്. അദ്ദേഹത്തിന് സിനിമയോട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, സിനിമ യുവാക്കളെ വഴിതെറ്റിക്കും എന്ന് കാര്യമായിട്ട് തന്നെ ധരിച്ചിരുന്നു. ഏറ്റവും അവസാന കാലത്ത് മാത്രമാണ് ഞാൻ കുറേ വാദിച്ച് അതല്ലാത്ത സിനിമയുടെ റോളിനെ കുറിച്ചൊക്കെ ബോധ്യപ്പെടുത്തിയത്. പക്ഷെ ആദ്യം അങ്ങനെ തന്നെയായിരുന്നു. ഈ സിനിമ കുട്ടികളെ വഴിതെറ്റിക്കും, അതുകൊണ്ട് സിനിമ കാണാൻ പാടില്ല എന്നൊരു കർക്കശമായ നിലപാടാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അച്ഛൻ്റെ പഴയ ലേഖനങ്ങളിലുമൊക്കെ അത് കാണാം. അത് വായിക്കുമ്പോൾ എനിക്ക് ചിരി വരാറുണ്ട്. പക്ഷേ അത് അന്നത്തെ ഒരു വിശ്വാസം അതായിരുന്നു. അന്നത്തെ സിനിമയും അങ്ങനെ ആയിരുന്നിരിക്കാം. കാരണം ഇപ്പോഴും കമേഴ്സ്യൽ ആയിട്ടുള്ള ബഹുഭൂരിപക്ഷം സിനിമകളും വാസ്തവത്തിൽ കുട്ടികൾ കാണാൻ പാടില്ലാത്തത് തന്നെയാണല്ലോ. അതുകൊണ്ടാണല്ലോ സർട്ടിഫിക്കേഷനിൽ എയും യു എയും ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ സിനിമ കാണാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ സിനിമയൊന്നും കണ്ടിട്ടില്ല. എന്നാലും ഞാൻ പഠിക്കുന്നത് നാട്ടിൻപുറത്തെ സ്കൂളിലാണ്. സർക്കാരിൻ്റെ അല്ല, ഒരു എയ്ഡഡ് സ്കൂൾ, പള്ളിവക സ്കൂളാണത്. ഞങ്ങളുടെ നാട്ടിലെ ലിറ്റിൽ ഫ്ലവർ UPS എന്ന് പറയുന്ന ആ പള്ളിവക സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾ പുസ്തകമൊക്കെ വായിക്കുന്നവർ കുറവാണ്, പക്ഷേ അവർ സിനിമ കാണും. അങ്ങനെ ഞാൻ ഈ സ്കൂളിൽ പോയി തുടങ്ങിയപ്പം തൊട്ട് സിനിമയെക്കുറിച്ച് കേൾക്കുന്നുണ്ട്.
ഇതെന്താണ് ഈ സംഭവം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇവരൊക്കെ വന്നിട്ട് സിനിമയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അന്നത്തെ ഓരോ നടന്മാരുടെ ആരാധകരാണ് ഇവരിൽ പലരും. ഇപ്പം പ്രേം നസീറിൻ്റെ ആരാധകരുണ്ട്. സത്യന് കുറച്ച് ആരാധകരേ ഉള്ളൂ. പക്ഷേ സത്യൻ ഞങ്ങളുടെ സ്കൂളിലൊരു റോള് വഹിച്ചിട്ടുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ പ്രേം നസീറിൻ്റെ ആരാധകരുണ്ട്, എം ജി ആറിൻ്റെ ആരാധകരുണ്ട്. അതിൽ ഈ എം ജി ആറിൻ്റെ ആരാധകരാണ് നമുക്ക് സഹിക്കാൻ ഇത്തിരി പ്രയാസം. കാരണം അവരൊന്ന് പറഞ്ഞ് രണ്ടിന് ഇടിയൊക്കെ തുടങ്ങും. എം ജി ആറിനെ അനുകരിച്ചിട്ടുള്ള സ്റ്റണ്ട് അത് കാണുമ്പോൾ എനിക്ക് മനസ്സിൽ ദേഷ്യവും വരും. കാരണം ഞാൻ വിചാരിക്കും ഈ സിനിമയുടെ കുഴപ്പം ഇതാണ്, ചുമ്മാ അല്ല അച്ഛൻ സിനിമ കാണരുതെന്ന് പറയുന്നത് എന്നൊക്കെ ഞാൻ വിചാരിക്കുകയും ചെയ്യും. എന്നാലും ആഗ്രഹമുണ്ട് സിനിമ എന്താണെന്നറിയണം. അങ്ങനെ ഒരു 3ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോഴാണ് ഈ ഒരു അക്കാലത്ത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ബയോസ്കോപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ബയോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു പെട്ടിയാണ്. ഈ പെട്ടിക്ക് ഒരു വശത്ത് കണ്ണ് വയ്ക്കാനുള്ള ഒരു ദ്വാരമുണ്ട്, പിന്നെ ഒരു കൈപ്പിടിയുണ്ട്. നമ്മൾ കണ്ണ് അതിൽ വയ്ക്കുമ്പോഴേക്ക് ഈ കൈപ്പിടിയിൽ പിടിച്ച് തിരിക്കുമ്പോഴേക്ക് ചിത്രങ്ങൾ ചലിക്കും. ഇതാണ് സംഭവം. ഇത് തന്നെയാണ് സിനിമയുടെ ആദിമ രൂപം. എഡിസൺ കണ്ടുപിടിച്ചത് അതായിരുന്നു കേട്ടോ. എഡിസൻ്റെ കണ്ടുപിടുത്തതാണ്. അപ്പം നമ്മൾ ഈ സിനിമ കണ്ടുപിടിച്ചത് ആര് എന്ന് ചോദിക്കുമ്പോൾ ലൂമിയർ സഹോദരന്മാർ എന്നുള്ളതാണ് മറുപടി. പക്ഷെ ചിലരൊക്കെ എഡിസൺ എന്ന് പറയും. അതിന് കാരണം എഡിസനാണ് ആദ്യം ഈ ചലനം കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നത്. ആ ചലനത്തെ പ്രയോജനപ്പെടുത്തിയാണ് കൈനറ്റോസ്കോപ്പ് എന്ന് പറയുന്ന ഈ ബയോസ്കോപ്പ് എന്ന് പരക്കെ അറിയപ്പെട്ട ഈ സംഭവം ഉണ്ടാക്കിയത്. അപ്പോൾ എഡിസൺ ഇതിലൂടെയാണ് സിനിമ കാണിച്ചത്. അത് കണ്ടിട്ടാണ് അതിൻ്റെ പല ഉപകരണങ്ങൾ അയാൾ വിറ്റിട്ടുമുണ്ട്. അപ്പോൾ സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അങ്ങനെ എഡിസൻ്റെ ഒരു ഷോ കാണാൻ പോയ ലൂമിയർ സഹോദരന്മാരുടെ അച്ഛൻ ആൻ്റണി ലൂമിയർ, അദ്ദേഹം മക്കളോട് ചെന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു ഉപകരണമുണ്ട്, ഇതുപോലെ ഒന്ന് നമുക്ക് ഉണ്ടാക്കിയാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ മക്കൾ ലൂയി ലൂമിയർ, ഓഗസ്റ്റ് ലൂമിയർ, അവർ രണ്ടുപേരും കൂടി ഈ ഉപകരണം കാണാൻ പോയി. കാണാൻ പോയപ്പം അവർക്ക് പല ഐഡിയകളുണ്ട്. കാരണം ഇത് ഒരാൾക്കല്ലേ ഒരു പ്രാവശ്യം കാണാൻ പറ്റൂ. ഒരാൾ കണ്ണു വെച്ചിട്ട് നോക്കുക, അപ്പോൾ അതിൽ കുതിര ഓടുന്നത് കാണാം, ഒരാൾ ഡാൻസ് ചെയ്യുന്ന കാണാം, ഇങ്ങനെയുള്ള ചലനങ്ങൾ കാണാം. ഇതൊരു ഓഡിയൻസിൻ്റെ മുമ്പ്, ഒരു ഗ്രൂപ്പിൻ്റെ മുമ്പ് കാണിച്ചാൽ നല്ല രസമായിരിക്കില്ലേ എന്നവർക്ക് തോന്നി. അങ്ങനെയാണ് അവർ സിനിമാറ്റോഗ്രാഫിയിലേക്ക് വരുന്നത്. അങ്ങനെയാണ് ആദ്യമായിട്ട് ലൂമിയർ സഹോദരന്മാരാണ് സിനിമ കണ്ടുപിടിച്ചതെന്ന് നമ്മൾ പറയുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ഒരു തിയേറ്ററിൽ ആളുകൾക്ക് മുമ്പ്, പ്രേക്ഷക സമൂഹത്തിന് മുമ്പിൽ കാണിക്കുന്ന ഒന്നായിട്ട് സിനിമയെ രൂപപ്പെടുത്തിയെടുത്തത് ലൂമിയർ സഹോദരന്മാരാണ്. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, ഞാനൊരു 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ ബയോസ്കോപ്പ് എന്ന യന്ത്രം അവിടെ കൊണ്ടുവന്നു ഞങ്ങളുടെ സ്കൂളിൻ്റെ അടുത്ത റോഡ് വക്കിൽ. അപ്പം ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴേക്ക് കുട്ടികളൊക്കെ അവിടെ അങ്ങനെ ചെല്ലുന്നു. അടുത്തോട്ട് ചെന്ന് നോക്കി. അപ്പം വച്ച് നോക്ക്, ഡാൻസ് ചെയ്യണ കാണാം, ഗുസ്തി പിടിക്കണത് കാണാം, കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരാൾ വിളിക്കുന്നുണ്ട്. അയാൾ പൈസ വാങ്ങുന്നു. പൈസ എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, 1 2 5 പൈസ, അതിനപ്പുറം എന്തായാലും ഇല്ല. 1 2 പൈസ. ഇന്നാരും അതൊന്നും കണ്ടിട്ടില്ലല്ലോ, 1 2 പൈസ തുട്ടികളൊന്നും ആരും കണ്ടിട്ടില്ലല്ലോ. അതൊക്കെ എന്തുവാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ആളുകളിങ്ങനെ കണ്ണു വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരാഗ്രഹമുണ്ട് അത് കാണണമെന്ന്. പക്ഷെ എന്തു ചെയ്യാം, എൻ്റെ പോക്കറ്റ് കാലിയാണ്, പിന്നെ എങ്ങനെ കാണും? മറ്റു പിള്ളേരുടെ കയ്യിലൊക്കെ കാശുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വിഷമിച്ച് നിന്ന സമയത്ത് ഈ സ്കൂളിൻ്റെ എതിർഭാഗത്തൊരു വീട്ടിൽ താമസിക്കുന്ന ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി എൻ്റെ ചേച്ചിയുടെയും മുകളിലത്തെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പക്ഷേ എന്നെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് അവർ നടന്നു പോകുമ്പോൾ, എന്താ നിനക്കത് കാണണമെന്ന് ചോദിച്ചു. ഞാൻ കാണണം. പൈസ ഇല്ലേ? ഇല്ല. എന്നാൽ നീ നാളെ വരുമ്പം തന്നാൽ മതി എന്ന് പറഞ്ഞാൽ അവരാ പൈസ തന്നു. ഞാനും അങ്ങനെ അവിടെ പോയി ഒന്ന് കണ്ടു. അങ്ങനെ ബയോസ്കോപ്പ് ഉണ്ട്. അതിന് ആദ്യത്തെ സിനിമ ഞാൻ കണ്ടു എന്നൊന്നും പറയാൻ വയ്യ. ഒരു കളിപ്പാട്ടം കണ്ടു, ഒരു ചലിക്കുന്നത് കണ്ടു, ഒരു മദാമ്മ ഡാൻസ് ചെയ്യുന്നത് കണ്ടു, 2 പേര് ഗുസ്തി നടത്തുന്നത് കണ്ടു, ഒരു കുതിര ഓടുന്നത് കണ്ടു. ഇതൊക്കെയാണ് ആ പെട്ടിയിൽ കണ്ടത്. അപ്പോൾ അങ്ങനെ അതിന് ശേഷം
4-ാം ക്ലാസ്സായി. 4-ാം ക്ലാസ് ആയപ്പോഴേക്ക് ആ അവധിക്കാലത്ത് ആ, അച്ഛൻ വീട്ടിൽ വന്നപ്പോൾ, അച്ഛൻ വർഷത്തിലൊരിക്കലൊക്കെയാണ് വരാറ്. അച്ഛനന്ന് കോഴിക്കോട്ടാണ്. കോഴിക്കോട്ട് കേസരിയുടെ എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വരും. ഈ കേസരി ഞങ്ങൾക്ക് അയച്ചു കിട്ടാറുണ്ട്. മറ്റ് പല മാഗസിൻസും അച്ഛൻ സബ്സ്ക്രൈബ് ചെയ്തത് വരാറുണ്ട്. അങ്ങനെ അന്ന് വായനയ്ക്കൊരു കുറവുമില്ല കേട്ടോ. വളരെ ചെറിയ പ്രായത്തിൽ, സിനിമയ്ക്ക് മുമ്പേ എനിക്ക് ഈ സാഹിത്യം തുടങ്ങിയത് അങ്ങനെയാണ്. അപ്പം 3-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം തന്നെ എൻ്റെ മൂത്ത സഹോദരിയും കൂട്ടുകാരികളും ഈ കടങ്കഥകൾ പറയും. അപ്പോഴാണ് ഞാൻ അലമാരയിലിരുന്ന പഴയ മലയാള രാജ്യം ചിത്രവാരികയൊക്കെ ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിലെ ബാലപംക്തി നോക്കും, അതിലെ കഥകളൊക്കെ വായിക്കാൻ. അപ്പോഴാണ് കടങ്കഥകളെന്ന് പറഞ്ഞ് അതിൽ എഴുതിയിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതെല്ലാം വായിച്ച് പഠിക്കും. എന്നിട്ട് ഇവർ കടങ്കഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന സമയത്ത് പതുക്കെ ചെന്നിരുന്നിട്ട് ഈ കടങ്കഥ അവരോട് ചോദിക്കും. ഇതാർക്കും അറിഞ്ഞുകൂടാ. അപ്പം ഇവർ പരസ്പരം ചോദിക്കുന്നുണ്ട്, ഇവൻ ഇത് എവിടെ നിന്നാണ് ഇത്രയും നല്ല കടങ്കഥയൊക്കെ കൊണ്ടുവരുന്നതെന്ന്. പക്ഷെ ഞാൻ അതിൻ്റെ രഹസ്യം പറഞ്ഞു കൊടുത്തിട്ടേ ഇല്ല. അങ്ങനെ കടങ്കഥകൾ വായിക്കാനായിട്ട് അത് വായിക്കുമ്പോൾ ആ കഥകൾ വായിക്കും. അങ്ങനെ വായന ധാരാളമുണ്ട്. 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പം തന്നെയാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഞാനൊരു ഗ്രന്ഥശാലയിൽ അംഗത്വം എടുക്കുന്നത്. അത് സ്കൂളിൽ നിന്ന് വരുന്ന വഴിയിലായിരുന്നു ഗ്രാമോദ്ധരണ ഗ്രന്ഥശാല. അപ്പോൾ അവിടെ ഞാൻ ചിലപ്പോൾ കയറിയിരിക്കും ഈ പത്രങ്ങളൊക്കെ വായിക്കാനും. അതിൻ്റെ ഒരു വശത്ത് പുസ്തകങ്ങൾ വെച്ചിട്ടുണ്ട്. പക്ഷേ പുസ്തകങ്ങൾ വൈകുന്നേരമാണ് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ഒരു ദിവസം വൈകുന്നേരം അവിടെ ചെന്ന് പുസ്തകം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ലൈബ്രറിയൻ ഒരു ചിരിച്ചിട്ട് പറഞ്ഞു, ഈ പുസ്തകം വേണമെങ്കിൽ മെമ്പർഷിപ്പ് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ എനിക്ക് മെമ്പർഷിപ്പ് വേണം. പറഞ്ഞു, മെമ്പർഷിപ്പ് വേണമെങ്കിൽ പൈസ തരണം. അപ്പോൾ എത്ര പൈസയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ വീട്ടിൽ പോയി അമ്മയോട് പറഞ്ഞു, എനിക്ക് ലൈബ്രറിയിൽ മെമ്പറാവണം. അപ്പോൾ അമ്മ പിറ്റേ ദിവസം അതിനുള്ള പൈസ തന്നു. അങ്ങനെ പിറ്റേന്ന് അവിടെ ചെന്നിട്ട് എനിക്ക് മെമ്പർഷിപ്പ് വേണമെന്ന് പറഞ്ഞു കൊടുത്തപ്പം വീണ്ടും അയാൾ ചിരിച്ചു. ലൈബ്രറിയൻ പറഞ്ഞു, നിന്നെപ്പോലെയുള്ള കൊച്ചുങ്ങൾക്കുള്ളതല്ല ലൈബ്രറി, ഇതൊക്കെ വായിക്കാൻ അറിയാവുന്നവർക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വായിക്കുമല്ല. അങ്ങനെ വായിച്ചാൽ പോരാ, ഇത് വലിയ ആളുകൾക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഒരു തരം പരിഹാസം തുടങ്ങി. അപ്പോൾ ആ സമയത്ത് അവിടെ പത്രം വായിച്ചുകൊണ്ടിരുന്ന ഒരു കാരണവർ, അദ്ദേഹം പറഞ്ഞു, എടാ അവന് മെമ്പർഷിപ്പ് കൊടു, കാരണം അവൻ്റെ അച്ഛൻ ഒരു എഴുത്തുകാരനും പത്രാധിപരും ഒക്കെയാണ്, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഗുണം അവനും കിട്ടിക്കാണും, അതുകൊണ്ട് മെമ്പർഷിപ്പ് കൊടു എന്ന് പറഞ്ഞ് അങ്ങനെ എനിക്ക് മെമ്പർഷിപ്പ് കിട്ടി. അവിടുത്തെ നിയമത്തെ മറികടന്ന് ഗ്രന്ഥശാലയിലെ അംഗമായി. അപ്പോൾ അത്തരം വായനയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ 4-ാം ക്ലാസ് അവധിക്കാലമായപ്പോൾ അച്ഛൻ വന്നിട്ട് പറഞ്ഞു, അപ്പോൾ നിന്നെ ഞാൻ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഉത്സാഹമായി. അപ്പോൾ ഈ എൻ്റെ വീടിനെ സംബന്ധിച്ചിടത്തോളം ബാക്കിയെല്ലാം എൻ്റെ കൂടപ്പിറപ്പുകളെല്ലാം പെൺകുട്ടികളാണ്. അപ്പോൾ ഞാനാണ് അവിടുത്തെ ഏക ആൺതരി. അപ്പോൾ കോഴിക്കോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പം യാത്രയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനങ്ങനെ വളരെ ഉത്സാഹത്തോടു കൂടി അച്ഛനോടൊപ്പം പോയി. എൻ്റെ ആദ്യത്തെ ട്രെയിൻ യാത്ര അതായിരുന്നു. തിരുവനന്തപുരത്ത് നിന്നൊരു ട്രെയിനിൽ കയറി ആദ്യമായിട്ട് കോഴിക്കോട്ടേക്ക് പോകുന്നു. നേരം വെളുത്തപ്പോഴാണ് കോഴിക്കോട് എത്തുന്നത്. അങ്ങനെ അവിടെ കേസരി പത്രം ഓഫീസിലാണ്. ആ പത്രം ഓഫീസ് എന്ന് പറഞ്ഞാൽ ഒരു ഹാളാണത്. നമ്മൾ കിടക്കുന്നതും ഉറങ്ങുന്നതും എല്ലാം അവിടെ തന്നെയാണ്. അക്കാലത്ത് കേസരിയുടെ രീതി അതായിരുന്നു. വലിയ കെട്ടിടമൊന്നും ആയിട്ടില്ല. അപ്പോൾ വലിയ വലിയ ആളുകൾ അവിടെ വരും. അവരും രാത്രി കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ പത്രം വിരിച്ചൊക്കെ കിടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കോഴിക്കോട്ട് പോയപ്പോൾ എനിക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നു. അവിടെ അച്ഛൻ പോകുന്ന പല സ്ഥലങ്ങളിലും കൈയും പിടിച്ച് ഞാനും കൂടെയൊക്കെ പോകും. എന്നാൽ അച്ഛന് വേറെ എന്തെങ്കിലും ഗൗരവകരമായ കാര്യമുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നെ വഴിയിൽ നിർത്തിയിട്ട് പോകും. അങ്ങനെ മണിക്കൂറുകളോളം റോഡ് സൈഡിൽ നിന്ന് കരച്ചിലിൻ്റെ വക്കത്തെത്തിയ പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അച്ഛൻ പറഞ്ഞു, നീ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, സിനിമ കാണരുത് എന്ന് പറയുന്ന ഈ അച്ഛൻ തന്നെ ചോദിക്കണം സിനിമ കണ്ടിട്ടുണ്ടോ. ഞാൻ പറഞ്ഞു, ഇല്ല, നിനക്ക് കാണണോ? വേണം എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ ഒരു സിനിമ കാണാൻ കൊണ്ടുപോയി. ആ സിനിമ ആയിരുന്നു സീതാരാമ കല്യാണം.
അപ്പോൾ എൻ്റെ സിനിമാ ദർശന ചരിത്രം അവിടെയാണ് തുടങ്ങുന്നത്. 4ാം ക്ലാസ്സിലെ അവധിക്കാലത്ത് സീതാരാമ കല്യാണം എന്നൊരു സിനിമ കാണുന്നു. അപ്പോൾ ഇപ്പോഴും സത്യത്തിൽ അതിലെ ഒരു സീനൊക്കെ എനിക്ക് ഓർമ്മയിലുണ്ട്. അതായത് ഈ മന്ധര ഒളിച്ചു നിന്നെന്തോ നോക്കുമ്പം പുറകെ കൂടെ ഒരാൾ വന്നിട്ട് ആ മുതുകത്തൊരു വലിയ വടി കൊണ്ട് അടിക്കുന്നതും ഒക്കെ ആയിട്ട് എന്തൊക്കെയോ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഏത് സിനിമയായിരുന്നു എന്ന് പിൽക്കാലത്ത് മലയാള സിനിമയുടെ കഥ എഴുതുമ്പോൾ അങ്ങനെ മലയാളത്തിലൊരു സിനിമയില്ല, സീതാരാമ കല്യാണം. പിന്നെ അത് ഏതായിരുന്നു എന്ന് നോക്കുമ്പോഴാണ് അത് ഒരു തെലുങ്ക് ഡബ്ബിംഗ് ചിത്രമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. മലയാളത്തിലേക്ക് ഡബ്ബ് ചെയ്ത ഒരു സിനിമയായിരുന്നു അത്. പുണ്യപുരാണ ചിത്രമായതുകൊണ്ട് മലയാളത്തിലും നന്നായിട്ട് ഓടി. അങ്ങനെയാണ് എനിക്കത് കാണാനിടയാവുന്നത്. അത് പുരാണ ചിത്രമായതുകൊണ്ടാണ് അച്ഛൻ സിനിമയ്ക്ക് കൊണ്ടുപോയത്. അതും എനിക്ക് മനസ്സിലായി, അച്ഛൻ എന്തുകൊണ്ട് സിനിമയ്ക്ക് കൊണ്ടുപോയി. അപ്പം ഇങ്ങനെ സിനിമ കൊണ്ട് ഇങ്ങനെയൊരു പ്രയോജനമുണ്ട്. പുരാണ കഥകൾ പകർന്നു തരാൻ സിനിമയ്ക്ക് കഴിയും. അപ്പോൾ അത് കഴിഞ്ഞ് ഒരാഴ്ച ആയതേ ഉള്ളൂ, അച്ഛൻ പറഞ്ഞു നാളെ കാലത്തെ ഒരു സിനിമയ്ക്ക് പോകണം. അപ്പം ഞാൻ വിചാരിച്ചു ഇത് കൊള്ളാമല്ലോ, ഇങ്ങനെയാണ് സിനിമാ വിരോധമെങ്കിൽ അത് നല്ല കാര്യമാണല്ലോ, തുടരെ സിനിമ കാണാം. അങ്ങനെ പിറ്റേ ദിവസം ഒരു ഞായറാഴ്ച രാവിലെ ഒരു തിയേറ്ററിൽ മോർണിംഗ് ഷോ കാണാൻ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവിടെ നിൽക്കുന്ന സാധാരണ സിനിമാ പ്രേക്ഷകരൊന്നുമല്ല കേട്ടോ, കുറച്ച് പ്രസിദ്ധരായ ആളുകളൊക്കെ ആണെന്ന് എനിക്ക് മനസ്സിലായി. ഇവരുടെ സംസാര രീതിയിൽ നിന്നൊക്കെ കുറച്ച് വളരെ ഗൗരവമായിട്ടാണ് ആളുകളൊക്കെ സംസാരിക്കുന്നതൊക്കെ. അങ്ങനെ ആ സിനിമ കാണാൻ കയറിയപ്പോൾ അത് സ്വാമി വിവേകാനന്ദനെക്കുറിച്ചുള്ള ഒരു സിനിമയാണെന്ന് മനസ്സിലായി. അതൊരു ബംഗാളി സിനിമയായിരുന്നു, മലയാളമല്ല. അപ്പോൾ ആ സിനിമയും ഞാൻ കണ്ടു. ഇതും പിൽക്കാലത്ത് ഞാൻ തിരിഞ്ഞ് ആലോചിച്ചു, അത് കണ്ടുപിടിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അത് ദേശീയ അവാർഡ് കിട്ടിയ ഒരു സിനിമയായിരുന്നു. അതിൻ്റെ പേര് ഭഗിനി നിവേദിത. അജയ് കർ സംവിധാനം ചെയ്ത ഭഗിനി നിവേദിത എന്ന സിനിമയായിരുന്നു അത്. ദേശീയ അവാർഡ് കിട്ടിയതുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ നഗരങ്ങളിലൊക്കെ അത് മോർണിംഗ് ഷോ ആയിട്ട് പ്രദർശിപ്പിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പം ഞാൻ പലപ്പോഴും ആലോചിച്ച് പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ സിനിമാ ചരിത്രം കൊള്ളാം. കാരണം ഞാൻ കാണുന്ന രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് അതൊരു ബംഗാളി സിനിമയാണ്, അത് സ്വർണ്ണ മെഡൽ കിട്ടിയ സിനിമയാണ്. അപ്പോൾ അങ്ങനെ സിനിമ ആ രീതിയിലാണ് ഞാൻ കണ്ടു തുടങ്ങുന്നത്. പിന്നെ അപ്പോൾ ഈ 1961 എന്ന് പറയുമ്പോൾ ഈ സിനിമകളുടെ ദേശീയ അവാർഡ് ഏർപ്പെടുത്തുന്നത് 1954 കേട്ടോ. 1954 ആദ്യത്തെ ദേശീയ അവാർഡ് കിട്ടുന്ന ശ്യാംചി ആയി എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കാണ്. അതൊരു മറാത്തി സിനിമയായിരുന്നു. ഇപ്പോൾ മറാത്തിയിൽ നല്ല നല്ല സിനിമ വരികയും അവാർഡുകൾ വാങ്ങുകയും ചെയ്യുമ്പോൾ ചിലർ പറയാറുണ്ട് മറാത്തി സിനിമകൾ പുരോഗമിച്ചിരിക്കുന്നു. അങ്ങനെയല്ല, മറാത്തി സിനിമ പണ്ടും മികച്ച സിനിമകൾ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമാണ് PK ആത്രേ സംവിധാനം ചെയ്ത ശ്യാംചി ആയി. ഇന്ത്യയുടെ അവാർഡ് ചരിത്രത്തിൽ ആദ്യത്തെ സ്വർണ്ണ മെഡൽ നേടുന്ന ചിത്രമാണത്. ആ വർഷം വേറെയും പ്രത്യേകതയുണ്ട്. ആ വർഷത്തെ രണ്ടാമത്തെ അവാർഡ് വെള്ളി മെഡൽ കിട്ടുന്നത് മലയാള സിനിമയ്ക്കാണ്. ആ സിനിമയാണ് നീലക്കുയിൽ. രാമു കാര്യാട്ടും P. ഭാസ്കരനും ചേർന്ന് സംവിധാനം ചെയ്ത നീലക്കുയിൽ ആദ്യത്തെ അവാർഡ് പട്ടികയിൽ തന്നെ വന്നിട്ടുണ്ട്. അത് വെള്ളി മെഡലാണ്. പിന്നെ ഏറ്റവും മികച്ച പ്രാദേശിക ചിത്രത്തിനുള്ള ഒരു അവാർഡ് കൂടി അക്കൊല്ലം മലയാളത്തിന് കിട്ടിയിട്ടുണ്ട്. അത് സ്നേഹസീമ എന്ന ചിത്രത്തിനാണ്. T. വാസുദേവൻ നിർമ്മിച്ച സ്നേഹസീമ എന്ന ചിത്രത്തിനാണ് ആ അവാർഡ് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് 60കളിലേക്ക് കടക്കുന്ന വേളയിലെ ഒരു അവാർഡാണ് ഈ ഭഗിനി നിവേദിത എന്ന ബംഗാളി ചിത്രം നേടിയിരിക്കുന്നത്. അപ്പോൾ അന്നൊക്കെ അവാർഡ് പട്ടികയിൽ ഏറ്റവും മുമ്പിലുള്ളത് ബംഗാളി സിനിമകൾ തന്നെയാണ്. 1955 ആയപ്പോൾ പഥേർ പാഞ്ചാലിക്ക് ദേശീയ അവാർഡ് കിട്ടി. അത് സത്യജിത് റായിയുടെ ആദ്യത്തെ സിനിമയാണ്. പിന്നെ സത്യജിത് റായി എടുക്കുന്ന ചിത്രങ്ങൾക്കൊക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അക്കാലത്ത് തന്നെ ബംഗാളിയിൽ ധാരാളം നല്ല സംവിധായകർ വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ ചിത്രങ്ങളിങ്ങനെ വന്നുകൊണ്ടിരുന്നു. മൃണാൾ സെന്നൊക്കെ പിന്നീടാണ് അവാർഡിലേക്ക് വരുന്നത്. ഋത്വിക് ഘട്ടക്കിന് അവാർഡുകൾ കാര്യമായിട്ട് കിട്ടിയിട്ടില്ല.
ബാക്കി മറ്റ് പല തരുൺ മജുംദാറിനെ പോലെയും ഒക്കെയുള്ള മറ്റ് പല സംവിധായകരുടെയും ചിത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ കൂട്ടത്തിലാണ് ഭഗിനി നിവേദിതയും ഈ ദേശീയ അവാർഡ് നേടുന്നത്. അപ്പോൾ അങ്ങനെ 4ാം ക്ലാസ്സിലെ ആ അവധിക്കാലത്ത് എനിക്ക് ധാരാളം അത്ഭുതങ്ങൾ ജീവിതത്തിലുണ്ടായി. അതിൽ 2 സിനിമ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമ കാണാൻ കഴിഞ്ഞു എന്നുള്ളതും അതിൽ കാര്യമായിട്ടുണ്ട്. പിന്നെ ധാരാളം അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതുമാണ്. ആ അനുഭവങ്ങളിൽ ഒരനുഭവത്തിൽ വേണമെങ്കിൽ എനിക്ക് ജീവൻ നഷ്ടപ്പെടാമായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതെങ്ങനെയെന്ന് വെച്ചാൽ, ഞാൻ എഴുതുമ്പോൾ മാത്രമേ എനിക്ക് ധൈര്യമുള്ളൂ കേട്ടോ. അത്ര വലിയ ധീരനൊന്നുമല്ല. ഈ പറയുന്ന പോലെ ഈ രക്തമൊക്കെ കണ്ടാൽ അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു സ്വഭാവം പണ്ടുമുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെ അച്ഛനൊരു പരിപാടിക്ക് കൊണ്ടുപോയി. ഒരു ഉത്സവം, ഏതോ ക്ഷേത്രത്തിലെ ഒരു ഉത്സവമാണ്. അവിടെ ഈ തീ കൂട്ടി ഇട്ടിട്ട് എന്താ പ്രയോഗമുണ്ട്, ഞാനത് മറന്നുപോയി. അതിൽ കൂടെ ഈ ഒരു വെളിച്ചപ്പാടോ മറ്റോ വന്ന് ചാടും, ഈ തീയുടെ പുറത്ത് ചാടും. അപ്പം തീയൊക്കെ കൂടെ കനലുകളെല്ലാം 4 പാടും തെറിക്കും. ഇങ്ങനെ ഉള്ള ഒരു പ്രകടനം ആദ്യത്തെ ഒരു പ്രാവശ്യം കണ്ടു. കണ്ടപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിൽ ഒരു ചിത്രമാണ്. ഈ തീയെല്ലാം കൂടെ ഇയാളുടെ ശരീരം പൊള്ളി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, ഇയാൾക്ക് എന്താവും എന്നൊക്കെയുള്ള വെപ്രാളം തുടങ്ങി. രണ്ടാമത് അയാൾ തീയിൽ വന്ന് ചാടിയതും ഞാൻ അവിടുന്ന് ഒരൊറ്റ ഓട്ടം കൊടുത്തു. ഞാനിങ്ങനെ ഒരു വിളിയും വിളിച്ച് അവിടുന്ന് ഓടുന്ന കണ്ടിട്ട് ആളുകളെല്ലാം കൂടെ എൻ്റെ പുറകെ ഓടി. അങ്ങനെ ഓടി ഓടി അവസാനം എന്നെ പിടികൂടിയത് എടുത്തു വെച്ച് ആളുകളെല്ലാം പറഞ്ഞു ഭാഗ്യം, കാരണം അതിൻ്റെ മുമ്പേ ഒരു പൊട്ട കിണറായിരുന്നു, അതിലെങ്ങാനും ചെന്ന് വീണ് പോയിരുന്നെങ്കിൽ പിന്നെ കിട്ടില്ല. അപ്പോൾ അതായിരുന്നു ആ അവധിക്കാലത്തെ ഒരനുഭവം. പിന്നെ മലമ്പുഴയിൽ കൊണ്ടുപോയിരുന്നു. മലമ്പുഴ ആദ്യമായിട്ട് കണ്ടത്. മലമ്പുഴയിൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് തിരിച്ചു പോകാനൊന്നും മനസ്സ് വന്നില്ല. ഇവിടെ തന്നെ അങ്ങ് താമസിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ ഈ 2 മാസം അവധിക്കാലത്ത് മുഴുവനും ഞാൻ ഈ അവിടെ കണ്ട വിശേഷങ്ങൾ വീട്ടിലേക്ക് കത്തുകളായിട്ട് എഴുതിക്കൊണ്ട് ചെന്നു. എന്നിട്ട് അവസാനത്തെ ഒരു കത്തിലെഴുതി, ഇനി മിക്കവാറും ഞാൻ തിരിച്ചങ്ങോട്ട് വരില്ല, ഇവിടെ തന്നെ നിൽക്കാനാണ് എൻ്റെ പരിപാടി എന്നൊക്കെ. അപ്പോൾ അത് അച്ഛനോടും പറഞ്ഞു. അച്ഛനാകപ്പാടെ അന്തം വിട്ടുപോയി. കാരണം അച്ഛൻ്റെ ഒരു രീതി വെച്ചിട്ട് ഇങ്ങനെ ഒരു ഭാരവും ചുമന്നുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. അച്ഛൻ ഏതായാലും അവധി കഴിയാറായതും എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി. വീട്ടിൽ കൊണ്ടാക്കി കഴിഞ്ഞപ്പോൾ അപ്പം 4ാം ക്ലാസ് കഴിഞ്ഞ് 5ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഞാൻ മാറിയ ഒരു വ്യക്തിയായിരുന്നു. കാരണം ഞാൻ സിനിമ കണ്ടിട്ടുണ്ട്. സിനിമ കണ്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, എൻ്റെ ക്ലാസ്സിലെ മറ്റ് പിള്ളേരൊന്നും കാണാത്ത തരത്തിലുള്ള സിനിമ കണ്ടിട്ടുണ്ട്. മറ്റു പിള്ളേരൊക്കെ മലയാളവും തമിഴും ഹിന്ദിയും അല്ലേ കണ്ടിട്ടുള്ളൂ. ഞാൻ ബംഗാളി സിനിമ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ 5ാം ക്ലാസ്സിൽ വെച്ച് ഈ സിനിമാ പ്രേമികളായ കൂട്ടുകാരോട് പറഞ്ഞു, ഞാൻ ബംഗാളി സിനിമ കണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്കൊന്നും ഒട്ടും മതിപ്പില്ല. അതേത് സിനിമയുടെ, അതിൽ ആരുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അവരുദ്ദേശിക്കുന്നത് ഈ നായകന്മാരാണ്. വല്ല ദിലീപ് കുമാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരുകളായിരിക്കാം. പക്ഷേ ഞാൻ കണ്ട പടത്തിലൊന്നും ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് അങ്ങനെയൊന്നും പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അങ്ങനെ പക്ഷേ ഈ 5ാം ക്ലാസ് സമയത്താണ് ആദ്യമായിട്ടൊരു ഷൂട്ടിംഗ് കാണുന്നത്. അങ്ങനെയൊരു സിനിമാ ബന്ധം പറയാം. അപ്പോൾ ഒരു ദിവസം ഇടവേളയിൽ ഇങ്ങനെ കുട്ടികളൊക്കെ, ഞങ്ങൾ റോഡിൻ്റെ മറുവശത്താണ് പള്ളി, അവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരം. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞു അവിടെ ഷൂട്ടിംഗ് നടക്കുന്നു, പള്ളിയുടെ മുറ്റത്ത് ഷൂട്ടിംഗ് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുട്ടികളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. ഞാനും പതുക്കെ അങ്ങോട്ട് പോയി. അവിടെ പോയി ഞാൻ ദൂരെ മാറി നോക്കിയിരുന്നു. അപ്പോൾ അവിടെ ആളുകൾ കുട്ടികളെയൊക്കെ അകറ്റി നിർത്തുന്നുണ്ട്. നോക്കിയപ്പോൾ ഈ പള്ളിയുടെ മുമ്പിലായിട്ട് ഒരു സ്ത്രീ അങ്ങനെ കുഴഞ്ഞു വീഴുന്നു. അപ്പോൾ ഒരാൾ വന്നിട്ട് പിടിച്ച് ഉയർത്തുന്നു. ഉടനെ പള്ളിയിലെ അച്ഛൻ വരുന്നു. അച്ഛനെന്തോ സംസാരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സീൻസാണ്. അപ്പം ഞങ്ങൾ നാട്ടുകാരെ സംബന്ധിച്ച്, അവിടത്തുകാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ വാർത്ത അതായിരുന്നില്ല. ആ സിനിമയിൽ പെറടിയാശാൻ എന്ന് പറയുന്ന ആൾ അഭിനയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആരാണ് പെറടിയാശാൻ എന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ നാട്ടിലൊരു ആജാനുബാഹുവായ ഒരു വ്യക്തിയാണ്. നല്ല കറുത്ത് തടിച്ച്
വലിയൊരു കൊമ്പൻ മീശയൊക്കെ വെച്ച് എപ്പോഴും തോളിൽ ഒരു തോക്കും കൊണ്ട് നടക്കും. അപ്പോൾ ഈ തോക്ക് വെച്ചിട്ട് പക്ഷികളെയൊക്കെ വെടിവെച്ചിടും. ഇതൊക്കെയാണ് അയാളുടെ പരിപാടി. അപ്പോൾ അയാളെ കണ്ട ഭയങ്കര പേടിപ്പെടുത്തുന്ന രൂപമായതുകൊണ്ട് ഈ കുട്ടികളെയൊക്കെ പേടിപ്പിക്കുന്നത് പറടിയാശാൻ്റെ പേര് പറഞ്ഞിട്ടാണ്. ഇപ്പം പറടിയാശാൻ്റെ കൊടുക്കും, പറടിയാശാൻ്റെ കൂടെ പറഞ്ഞു വിടും എന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് പേടിയാവും. അപ്പോൾ ഇദ്ദേഹം അതിൽ അഭിനയിക്കുന്നു എന്ന് ഒരു വാർത്ത വരുന്നു. അദ്ദേഹം അവിടെ എന്തോ ഓടിച്ച് നിൽക്കുന്നു. അദ്ദേഹം വളരെ ഭവ്യനായിട്ട് നിൽക്കുന്നുണ്ട്. അതായത് സാധാരണഗതിയിൽ വലിയ ചട്ടമ്പിയായിട്ട് ഇങ്ങനെ തലയും പൊക്കി നടക്കുന്നയാൾ ഈ ഷൂട്ടിംഗ് ക്രൂവിൻ്റെ മുമ്പേ വിനീത വിധേയനായിട്ട് ഇങ്ങനെ കയ്യും കെട്ടി നിൽക്കുന്നത് ഞാൻ അത്ഭുതപ്പെട്ടു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, ഈ സിനിമയുടെ ക്യാമറയുടെ മുമ്പിൽ വരുമ്പം വലിയ ഘടാഘടിയന്മാരൊക്കെ അനുസരണയുള്ള ആളുകളായിട്ട് മാറുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് അതൊക്കെ കണ്ടു. അപ്പോൾ ഇതെന്താണ് സിനിമയെന്നോ എന്താണെന്നോ ഒന്നും മനസ്സിലായില്ല. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അത് ഞാൻ കണ്ടുപിടിച്ചു. അത് കളിയോടം എന്നായിരുന്നു ആ സിനിമയുടെ പേര്. അന്ന് ഷൂട്ട് ചെയ്തത് കളിയോടം എന്ന സിനിമയായിരുന്നു. അത് മെരിലാൻഡിൻ്റെ സിനിമയായിരുന്നു. അപ്പോൾ ആ മെരിലാൻഡ് സ്റ്റുഡിയോ നിങ്ങൾക്കറിയാമല്ലോ, കേരളത്തിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഉദയമാണ്. അത് 1948 തുടങ്ങി. 1952 ഈ മെരിലാൻഡ് എന്ന് പറയുന്ന സ്റ്റുഡിയോ തുടങ്ങുന്നത്. അവരുടെ പ്രൊഡക്ഷൻ വിങ് ആണ് നീല പ്രൊഡക്ഷൻസ്. അപ്പോൾ അവരുടെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ആത്മസഖി എന്നൊരു സിനിമയായിരുന്നു. ആ സിനിമയിലൂടെയാണ് സത്യൻ രംഗത്ത് വരുന്നത് 1952. ഇത് അതിനൊക്കെ ശേഷമുള്ള ഒരു പടമാണ് കളിയോടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കളിയോടം എന്ന സിനിമയാണെന്ന് അവിടെ ഷൂട്ട് ചെയ്തത് എന്ന് അറിഞ്ഞ കാലം തൊട്ട് ഈ പടം എപ്പോഴെങ്കിലും എനിക്കൊന്ന് കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. വളരെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ശ്രീകുമാർ തിയേറ്ററിൽ കളിയോടം കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണാൻ പോയപ്പോൾ ഞങ്ങളുടെ പള്ളിയൊക്കെ കണ്ടു. അപ്പോൾ ശാന്തി എന്ന നടിയാണ്. ശാന്തി എന്ന നടി വീട്ടിൽ നിന്നൊക്കെ തിരസ്കരിക്കപ്പെട്ട് ഇങ്ങനെ അലഞ്ഞ് തിരിയുകയാണ്. അവൾ ഗർഭിണിയാണ്. അപ്പോൾ അങ്ങനെ ഈ പള്ളിയുടെ മുമ്പേ എത്തി ബോധം കെട്ട് വീഴുന്നതും അവിടെ നിന്ന് അവർ രക്ഷപ്പെടുത്തുന്നതും പിന്നെ അവളുടെ ജീവിതം മാറിപ്പോകുന്നതും ഒക്കെയാണ് നമ്മൾ ആ സിനിമയിൽ കാണുന്നത്. പക്ഷേ എനിക്കുണ്ടായ വിഷമമെന്ന് പറയുന്നത്, ഞാൻ ഈ ആജാനുബാഹുവായ നമ്മുടെ പറടിയാശാനെ ഒന്ന് നോക്കി, അയാൾ സ്ക്രീനിൽ എങ്ങനെ ഇരിക്കുന്നു എന്ന് കാണാൻ വേണ്ടി. പക്ഷേ അദ്ദേഹത്തിൻ്റെ പൊടി പോലും ഉണ്ടായില്ല കണ്ടുപിടിക്കാൻ. അങ്ങനെയാണല്ലോ സിനിമയിലെ ഒരു മാജിക്ക്. പലരും വലിയ കാര്യത്തിൽ അഭിനയിക്കാൻ വരും, പക്ഷേ അവർ അഭിനയിച്ച് തകർത്തിട്ട് പോകും. അവസാനം തിയേറ്ററിൽ വന്ന് നോക്കുമ്പോൾ ആരെയും കാണില്ല. അതാണ് സിനിമയുടെ എഡിറ്റിങ്ങിൽ അവസാനം പലപ്പോഴും സംഭവിക്കാറുള്ളത്. അങ്ങനെ മാനം കെട്ടുപോയവരെത്രയോ ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ പറടിയാശാനും സിനിമയിൽ അഭിനയിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ മുഖം തിരശ്ശീലയിൽ വന്നില്ല. ഇനി അത് കാണാൻ വേണ്ടി അദ്ദേഹം തിയേറ്ററിൽ പോയിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി 6ാം ക്ലാസ്. ഈ 6ാം ക്ലാസ്സിൽ വച്ച് തന്നെയാണ് വേറൊരു സംഭവം നടക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ ഒരു കഥ അച്ചടിച്ച് വരുന്നത്. അങ്ങനെയാണ് ഈ വർഷം എൻ്റെ എഴുത്തിൻ്റെ 60 എന്ന് പറഞ്ഞ് ആഘോഷിക്കപ്പെടാൻ കാരണം അന്ന് 6ാം ക്ലാസ്സിൽ ഒരു കഥ അച്ചടിച്ച് വന്നതാണ്. അത് ചിലമ്പൊലി എന്ന കുട്ടികളുടെ മാസികയിലാണ് അത് വരുന്നത്. അപ്പോൾ ഞാൻ ധാരാളം എഴുതുമായിരുന്നു ആ സമയത്ത്. വെറുതെ എഴുതുക, ഈ മാഗസിനൊന്നും അയക്കാനുള്ള ധൈര്യമൊന്നുമില്ല. ചുമ്മാ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കഥകൾ ഒക്കെ കവിതകൾ ഒക്കെ എഴുതും. അപ്പോൾ അങ്ങനെ ഇരിക്കെയാണ് ഈ അച്ഛൻ ഒരു കുട്ടികളുടെ മാസിക എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പം അക്കാലത്ത് കുട്ടികളുടെ മാസികകൾ വേറെ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. എനിക്ക് തോന്നുന്നു അമ്പിളിയമ്മാവൻ ഒരു പക്ഷേ ഉണ്ടായിരുന്നിരിക്കാം. ബാക്കിയൊക്കെ പൂമ്പാറ്റ തുടങ്ങിയതെല്ലാം പിന്നീടാണ് വരുന്നത്. അപ്പോൾ ഈ മാസികയുടെ പേര് ചിലമ്പൊലി എന്നായിരുന്നു. ചിലമ്പൊലി എന്ന് പറയുന്ന കുട്ടികളുടെ മാസിക. അത് ഒരുക്കിയ അച്ഛൻ വന്നപ്പോൾ കൊണ്ടുവന്ന് അത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അച്ഛനോട് പറയുന്നു, ഇതെപ്പോഴും എനിക്ക് വായിക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരിൽ സബ്സ്ക്രൈബ് ചെയ്തായിരുന്നു അച്ഛൻ. അങ്ങനെ മാസം തോറും വരുമ്പോൾ അത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഉത്സവമാണ്. അത് തുടക്കം തൊട്ട് ആ കവറോട് കവർ ആവർത്തിച്ച് വായിക്കും. വലിയ എഴുത്തുകാരൊക്കെ അതിലെഴുതിയിരുന്നു. MT വാസുദേവൻ നായരുടെ കഥയൊക്കെ ഉണ്ടായിരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്.
അപ്പം അതിൽ തന്നെ കുട്ടികൾക്ക് വേണ്ടി ഒരു ബാലപംക്തി ഉണ്ടായിരുന്നു, കുട്ടികളായ എഴുത്തുകാർക്ക് വേണ്ടി. അതിലാണ് ഞാൻ ആദ്യമായിട്ടൊരു കഥ അയക്കുന്നത്. അപ്പോൾ കഥ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ കഥയൊന്നുമല്ല, ഞാൻ കൽപ്പിച്ചുണ്ടാക്കിയ കഥയൊന്നുമല്ല. അങ്ങനത്തെ കഥകൾ എഴുതാറുണ്ടെങ്കിലും അതിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ലായിരുന്നു. ഇത് ഐതിഹ്യമാലയിൽ നിന്നെടുത്ത ഒരു കൊച്ചു കഥയാണ്. ഐതിഹ്യമാലയിൽ നിന്നെടുത്ത കഥ അതുപോലെ എഴുതി എൻ്റേതായ രീതിയിലൊന്ന് എഴുതി അയച്ചു കൊടുക്കുകയായിരുന്നു. അയച്ചു കൊടുത്തപ്പോൾ അത് അച്ചടിച്ച് വന്നു. അങ്ങനെ ആദ്യമായിട്ട് ഒരു മാഗസിനിൽ അച്ചടിച്ച് വരുന്ന കഥയാണ്. അന്ന് പി വിജയകൃഷ്ണൻ എന്നാണ് പേര് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കഥ അച്ചടിച്ച് വന്നപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായി. അപ്പോൾ ഞാനതും കൊണ്ട് സ്കൂളിലേക്ക് പോയി. ക്ലാസ്സിൽ ചെന്ന് പിള്ളേരെയൊക്കെ കാണിച്ചു, നോക്ക് എൻ്റെ കഥ അച്ചടിച്ച് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു. അപ്പോൾ ഇത് നോക്കിയ കുട്ടികളൊക്കെ എന്നെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞ് നിൻ്റെ അച്ഛൻ എഴുതി തന്നതല്ലേ എന്ന് പറഞ്ഞിട്ടാണ് അവർ കളിയാക്കുന്നത്. അപ്പോൾ എനിക്ക് വലിയ വിഷമമായി. ഈ സമയത്ത് നമ്മുടെ ഒരു സാർ അതുവഴി വരുന്നുണ്ട്. സാറ് അടുത്തെത്തിയിട്ട് ചോദിച്ചു, എന്താ ഇവിടെ ബഹളം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇതാ എൻ്റെ കഥ അച്ചടിച്ച് വന്നിട്ടുണ്ട്, പക്ഷേ ഈ പിള്ളേർ പറയുന്നു അത് എൻ്റെ അച്ഛൻ എഴുതിയതാണെന്ന്. ഉടനെ സാർ ഈ മാഗസിനൊക്കെ വാങ്ങി അത് നോക്കിയിട്ട് പറഞ്ഞു, ഓ നിൻ്റെ അച്ഛൻ എഴുതുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു ചിരിയും ചിരിച്ച് സാർ ഈ മാഗസിൻ തിരിച്ചു വന്നിട്ട് നടന്നുപോയി. അങ്ങനെ വലിയ വിഷമമുണ്ടാക്കി. ഈ ആദ്യത്തെ കഥ അച്ചടിച്ച് വന്ന ദിവസം തന്നെ ഇത്തിരി വിഷമവും ഉണ്ടായി. ഏതായാലും ആ 6ാം ക്ലാസ് കഴിയുമ്പോഴേക്ക്, ഞാൻ 7ാം ക്ലാസ്സിലെത്തുമ്പോഴേക്ക് വേറൊരു സംഭവം ഉണ്ടായി. അത് വേറൊരു സിനിമ സ്പർശം ലൈഫിലുണ്ടാകുന്നു. എന്താണെന്ന് വെച്ചാൽ ആ സ്കൂളിലൊക്കെ ഒരു വാർത്ത പരന്നു, സത്യൻ്റെ അനുജൻ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നു. അപ്പോൾ അക്കാലത്ത് അറിയാമല്ലോ, മലയാളത്തിൽ 2 സൂപ്പർ താരങ്ങളാണുള്ളത്, സത്യനും പ്രേം നസീറും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന കുട്ടികളൊക്കെ പ്രേം നസീറിൻ്റെയും MGRൻ്റെയും ഒക്കെ ആരാധകരാണെന്ന്. പക്ഷേ സത്യനെക്കുറിച്ചും അവർ പറയാറുണ്ട്. സത്യൻ്റെ ചില സിനിമകളൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സത്യൻ്റെ അനിയൻ വരുന്നു എന്ന് പറയുന്ന വലിയ വാർത്തയാണ്. അന്ന് താരങ്ങളെയൊന്നും കാണാൻ കിട്ടില്ലല്ലോ, താരങ്ങളെയും താരങ്ങളുടെ ബന്ധുക്കളെയും ഒന്നും കാണാൻ കിട്ടില്ല. ഇന്നിപ്പോൾ അതൊക്കെ സുലഭമാണ്, ഒരു പ്രശ്നവുമില്ല, ആരെ വേണമെങ്കിലും കാണാം. അന്ന് അവരൊക്കെ മദ്രാസിലാണ്, കാണാൻ കിട്ടില്ല. പറയുകയാണെങ്കിൽ ഇപ്പോൾ സത്യനും പ്രേം നസീറും ഒക്കെ തിരുവനന്തപുരം ജില്ലക്കാർ തന്നെയാണ്. സത്യൻ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഉള്ള ആളാണ്, മണക്കാട്. പ്രേം നസീർ ചിറയിൻകീഴ്. പക്ഷെ അവരെല്ലാവരും അന്ന് മദ്രാസിലാണ്. അപ്പോൾ സത്യൻ്റെ അനുജൻ പഠിപ്പിക്കാൻ വരുന്നു എന്ന് പറഞ്ഞ ഒരു വാർത്ത ഇങ്ങനെ പരന്നു. അതിനുവേണ്ടി കാത്തിരുന്നു കുട്ടികളൊക്കെ. അങ്ങനെ ഒടുവിൽ സത്യൻ്റെ അനുജൻ വന്നു. സത്യൻ്റെ അനുജൻ വന്നപ്പം പിള്ളേരുടെയൊക്കെ മുഖം മങ്ങി. എന്താ കാരണമെന്ന് ചോദിച്ചാൽ, ഒരു സിനിമാ നടൻ എന്ന് പറയുമ്പോൾ, സിനിമാ നായകൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇമേജ് ഉണ്ടല്ലോ, ആ ഇമേജിന് തീരെ യോഗ്യനായിരുന്നില്ല വന്ന ആൾ. അദ്ദേഹം തീരെ പൊക്കം കുറഞ്ഞ് കറുത്തിട്ട് ഒരാളായിരുന്നു. മാത്രമല്ല മുടിയെല്ലാം നല്ല വെളുത്തിട്ടുമായിരുന്നു. അപ്പോൾ സിനിമാ താരം വരുന്നത് മേക്കപ്പിലായിരിക്കുമല്ലോ, മേക്കപ്പിലായ ആ രൂപമല്ലല്ലോ ഒരു സാധാരണക്കാരൻ വരുമ്പോൾ. അദ്ദേഹം വെളുത്ത മുടി വെളുത്തതായി തന്നെ കിടക്കുന്നു. അദ്ദേഹം യാതൊന്നും അത് ഗ്ലാമർ ഉണ്ടാക്കാൻ യാതൊന്നും ശ്രമിച്ചിട്ടില്ല. കാരണം അദ്ദേഹം ഒരു UPSലെ അധ്യാപകനാണ്. അപ്പോൾ അതിനപ്പുറമൊന്നും അദ്ദേഹം പോകുന്നില്ല. ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരു നിരാശയായി, ഓ ഇതാണോ സിനിമാ നടൻ്റെ അനിയൻ. അപ്പം എനിക്ക് ഓർമ്മയുണ്ട്, അവിടുത്തെ ഏറ്റവും വലിയ സിനിമാ പ്രേമി എന്ന് പറയുന്ന MGRൻ്റെ ആരാധകനായ ഷാഹുൽ ഹമീദ് എന്ന് പറയുന്ന കുട്ടി പറഞ്ഞ്, ഓ ഇത് അയാളെ നേരെ അനിയനൊന്നും ആയിരിക്കില്ല, ഇത് വല്ല ഊറ്റാങ്കുഴിയിലെ ബന്ധം വല്ലതും ആയിരിക്കും എന്ന് പറഞ്ഞു. ഏതായാലും അദ്ദേഹം വന്ന് ഈ ക്ലാസ് എടുക്കാൻ തുടങ്ങി. അന്ന് വൈകുന്നേരമായപ്പം അദ്ദേഹം ഏതൊക്കെ ക്ലാസ്സിൽ പോയോ ആ ക്ലാസ്സിലെ പിള്ളേരൊക്കെ അദ്ദേഹത്തിൻ്റെ ആരാധകരായി. എൻ്റെ ക്ലാസ്സിലും വന്നു. എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആരാധകരായെന്ന് വെച്ചാൽ, അദ്ദേഹം വളരെ സരസനായിരുന്നു. ഒരുപാട് പാടി കഥ പറഞ്ഞൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത്. അത് കാരണം അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലിരിക്കാൻ നല്ല രസമായിരുന്നു.
ധാരാളം തമാശ പറയും. അങ്ങനെ ഈ ആളിൻ്റെ രൂപത്തെ മറികടന്ന് അദ്ദേഹം എല്ലാവർക്കും സ്വീകാര്യനായിട്ട് മാറി. അത് 7ാം ക്ലാസ്സിലായിരുന്നു. ഈ 7ാം ക്ലാസ് എത്തുമ്പോഴേക്ക് വേറെ ചില ഒരു കലാപരമായ താല്പര്യങ്ങളും കൂടെ എനിക്കുണ്ടാകാൻ തുടങ്ങി. അപ്പം സാഹിത്യമാണ്, സിനിമയിൽ 2 സിനിമ കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ വേറെ കാര്യങ്ങളൊന്നും. അതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു പിന്നെയും 1-2 സിനിമ കാണാനിടയായി വീട്ടിൽ നിന്ന്. അതും ഭക്തിചിത്രങ്ങളാണ്. ഭക്തകുചേല, ശബരിമല ശ്രീ അയ്യപ്പൻ, ഇതൊക്കെയാണ് കണ്ടത്. പക്ഷേ അതിനുപരിയായിട്ട് എല്ലാ കലാരംഗങ്ങളിലുമുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ചില ചേട്ടന്മാരുമൊത്ത് ചില ഉത്സവപ്പറമ്പുകളിലൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അന്നത്തെ പ്രധാനപ്പെട്ട ഈ ഉത്സവപ്പറമ്പുകളിലെ വലിയ 2 കലാരൂപങ്ങളെന്ന് പറയുന്നത്, ഒന്ന് കഥാപ്രസംഗമായിരുന്നു, മറ്റൊന്ന് വിൽപ്പാട്ടായിരുന്നു. അപ്പോൾ ഈ കഥാപ്രസംഗം എന്ന് പറയുന്നത് കഥ പറയുന്ന ആൾ തന്നെ പാടുകയും വേണം, അയാളാണത് ലീഡ് ചെയ്യുന്നത്. വിൽപ്പാട്ടിലെ പ്രത്യേകത എന്ന് പറയുമ്പം അതിൽ വില്ലടിക്കാൻ ഒരാൾ കാണും, അയാളുടെ ഒരു വശത്ത് പാട്ട് പാടുന്ന ആൾ കാണും, അയാളുടെ മറുവശത്ത് കഥ പറയുന്ന ആൾ കാണും. അപ്പോൾ കഥ പറയുന്ന ആളിന് പാട്ട് പാടാൻ അറിയണമെന്നില്ല. കഥാപ്രസംഗത്തിൽ അങ്ങനെയല്ല, കഥയും പാട്ടും ഒരാളാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് വിൽപ്പാട്ടിൽ കുറച്ച് താല്പര്യം വന്നു. അങ്ങനെ ഞങ്ങളുടെ സ്കൂളിൽ വാർഷികത്തിന് ഈ കഥ പറയാനായിട്ട് എന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാനാണ് കഥ പറയുന്ന ആൾ. ഞാനൊരു നാടകത്തിലുമുണ്ട്. നാടകത്തിൽ എൻ്റെ റോളെന്ന് പറയുന്ന ഒരു കാമുകൻ്റെ വേഷമാണ്. അപ്പോൾ അന്ന് മേക്കപ്പ് ചെയ്യുന്നതൊക്കെ ഈ സത്യൻ്റെ അനിയൻ എന്ന് പറഞ്ഞ ദേവദാസ് സാറാണ്. ദേവദാസ് സാറ് ഒരു ഓൾറൗണ്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെയാണ് കുട്ടികൾക്കൊക്കെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം വിൽപ്പാട്ടിൽ ബാക്കി എല്ലാവർക്കും ഓരോ കൊമ്പൻ മീശയൊക്കെ ഫിറ്റ് ചെയ്ത് ഈ വില്ല് അടിക്കുന്നയാൾക്കൊരു തലയെക്കെട്ടുമൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് നല്ല ചെറിയ ഒരു മീശയാണ് വരച്ചത്, ഒരു പരേൻ മീശ. അതെനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ സാറിനോട് പറഞ്ഞു, എനിക്ക് മീശയില്ലല്ലോ. അവൻ ഇത് മീശയല്ലേ? അല്ല, അവർക്കൊക്കെ ഉള്ള പോലത്തെ മീശയല്ലല്ലോ. അപ്പം പറഞ്ഞു, എടാ നീ നാടകത്തിൽ കാമുകനല്ലേ, കാമുകന്മാർ കൊമ്പൻ മീശയും വെച്ചാണോ നടക്കുന്നത്, സിനിമയിൽ കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ അന്ന് ഞാൻ സമാധാനിച്ചു. എന്നാലും പൂർണ്ണ തൃപ്തി ഒന്നുമില്ലെങ്കിലും സമാധാനിച്ചു. പക്ഷേ പിന്നെയാണ് മനസ്സിലായത് ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം. പ്രേമിക്കാൻ നടക്കുമ്പോൾ എന്തായാലും കൊമ്പൻ മീശയും ആയിട്ട് നടക്കുന്ന വളരെ കുറച്ച് പേരെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വിൽപ്പാട്ടിൽ കഥ പറയുകയും നാടകത്തിൽ അഭിനയിക്കുകയും ഒക്കെ ചെയ്തു. എങ്കിലും എനിക്ക് തോന്നി ഇതിലൊന്നും എനിക്ക് പ്രത്യേക സിദ്ധികളൊന്നും ഇല്ലയെന്നൊരു തോന്നൽ എനിക്ക് തന്നെ ഉണ്ടായിരുന്നു. ഈ 7ാം ക്ലാസ് കഴിയുന്നതോടുകൂടി ഈ അന്തിയൂർക്കോണം LFUPS എൻ്റെ പഠിത്തം കഴിഞ്ഞു. കാരണം അവിടെ 7ാം ക്ലാസ് വരെയേ ഉള്ളൂ. പിന്നെ മലയൻകീഴ് എന്ന സ്ഥലത്താണ്, മലയൻകീഴിലാണ് അടുത്ത ഹൈസ്കൂളുള്ളത്, ഗവൺമെൻറ് ഹൈസ്കൂൾ. അവിടെയാണ് മിക്കവാറും കുട്ടികൾ ചേരുക. ചിലർ കാട്ടാക്കട സ്കൂളിൽ പോയി ചേരും. അങ്ങനെ ഈ സ്കൂളിൽ വരുന്നവർ അവരവരുടെ സ്ഥലത്തിന് ഏറ്റവും യോജിച്ച സ്ഥലങ്ങളിൽ പോയി ഹൈസ്കൂളിൽ ചേരുകയാണ് പതിവ്. അപ്പോൾ അങ്ങനെ ഞാൻ മലയൻകീഴാണ് ചേരുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് എൻ്റെ എഴുത്തിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ട് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എഴുതി. അന്ന് P. വിജയകൃഷ്ണൻ എന്നാണ് പേര് വച്ചിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഞാനാണത് എഴുതിയെന്ന ആളുകൾ അംഗീകരിക്കാതെയൊക്കെ വന്നപ്പോൾ ഒരു ചേട്ടൻ എനിക്കൊരു സൂത്രം പറഞ്ഞു തന്നു, എടാ ഈ എഴുത്തുകാരാകുമ്പോൾ സ്ഥലപ്പേരും കൂടെ വയ്ക്കണം, അപ്പോഴേ ആളുകൾ തിരിച്ചറിയും. സ്ഥലപ്പേര് വയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ എൻ്റെ സ്ഥലത്തിൻ്റെ യഥാർത്ഥ പേര് എന്ന് വെച്ചാൽ എക്സാക്റ്റ് സ്ഥലം എന്ന് പറയുന്നത് പൊട്ടൻകാവാണ്. അപ്പോൾ പൊട്ടൻകാവ് വിജയകൃഷ്ണൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലവരും പൊട്ട എന്ന് വിളിച്ചാലോ എന്നൊക്കെയുള്ള സംശയം എനിക്കുണ്ടായി. ഇത് പിൽക്കാലത്ത് ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെയൊക്കെ പരിചയപ്പെടുമ്പോൾ അത് ശരിയാണെന്നും തോന്നി. കാരണം ബാലചന്ദ്രനെ ഏറ്റവും അടുത്ത ആളുകൾ ചുള്ളി എന്ന് വിളിക്കുന്ന കേട്ടിട്ടുണ്ട്, ചുള്ളിക്കാടിനെ. അപ്പോൾ പൊട്ടൻകാവിനെ പൊട്ട എന്ന് വിളിക്കാമല്ലോ. അതുകൊണ്ട് അത് ഉപയോഗിച്ചില്ല. പിന്നെ എന്തുപയോഗിക്കാം? അപ്പോൾ സ്കൂളിൻ്റെ പേര് അന്തിയൂർക്കോണം വിജയകൃഷ്ണൻ എന്ന നീണ്ട പേര് വെച്ചാണ് ഞാൻ ഈ ബാലപംക്തികളിലൊക്കെ എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ അത് നിരന്തരമായിട്ട് എഴുതുന്നുണ്ട്. ഈ 6ാം ക്ലാസ്സിൽ അന്ന് എഴുതിയ ശേഷം 7ൽ ആയി. പിന്നെ അതിൻ്റെ അവധിക്കാലം ഈ സമയത്തൊക്കെ ബാലപംക്തികളിൽ നിരന്തരമായിട്ട് എഴുതും.
അപ്പം ഞാൻ എഴുതുന്ന ഞങ്ങളുടെ ലൈബ്രറിയിൽ വരുന്ന 2 പത്രങ്ങളുണ്ട്. ഒന്ന് മലയാളിയാണ്, മറ്റൊന്ന് കേരള ജനതയാണ്. ആ 2 പത്രങ്ങളും ഇന്നില്ല. അപ്പോൾ അന്ന് തന്നെയും തിരുവനന്തപുരത്ത് നിന്ന് 3 പത്രങ്ങൾ, ഈ 2 പത്രങ്ങൾ, പിന്നെ കേരള കൗമുദി. കേരള കൗമുദിയിൽ പിന്നെ ബാലഭംഗിയില്ല ഈ വാരാന്ത്യ പതിപ്പിൽ, ഇതിൽ 2ലും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ 2 പത്രങ്ങളുടെയും വാരാന്ത്യ പതിപ്പിലെ ബാലഭംഗിയിലാണ് ഞാൻ എഴുതുന്നത്. അതെനിക്ക് എഴുത്തെന്ന് പറയുന്ന ഒരു വാശി പോലെയാണ്. എല്ലാ ആഴ്ചയും എൻ്റെ എന്തെങ്കിലും വരണം എന്ന് നിർബന്ധമാണ്. അത് ചിലപ്പോൾ കടങ്കഥയായിരിക്കും, ചിലപ്പം ഫലിത ബിന്ദുക്കളെന്ന് പറഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ കഥയായിരിക്കും, കവിതയായിരിക്കും, ചിലപ്പോൾ പഴഞ്ചൊല്ലുകളായിരിക്കും. സമ്പാദകൻ അന്തിയൂർക്കോണം വിജയകൃഷ്ണൻ എന്ന് പറഞ്ഞ് എന്തായാലും നിരന്തരമായിട്ട് എഴുതുന്നു. ഈ സന്ദർഭത്തിലാണ് മലയിൻകീഴ് ഹൈസ്കൂളിലേക്ക് പറിച്ചു നടന്നത്.